സീമാജി നായർ. സീമാജി നായരെ പറ്റി പറഞ്ഞാൽ അത് ഒരുപാട് പറയാനുണ്ട്. പക്ഷെ അതിപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നില്ല. അതിനൊരു സ്പെഷ്യലായിട്ടൊരു വീഡിയോ സീമാജി നായർക്കായിട്ട് എടുക്കുന്നുണ്ട്. സീമാജി നായർ ഒരുപാട് ഹൃദയമുള്ള, ഒരുപാട് നന്മയുള്ള ഒരു നടിയാണ്. അപ്പോൾ മലയാള സിനിമയിലായാലും സീരിയലിലായാലും എന്ത് അത്യാപത്തം ഒരാൾക്ക് സംഭവിച്ചാൽ ആദ്യം ഓടിയെത്തുന്നത് സീമാജി നായരാണ്. അപ്പോൾ ഭയങ്കര ഹൃദയാലിവുള്ള ഒരു നടിയാണ്. ആ നടി ചെയ്ത കാര്യങ്ങൾ പറയാമെന്ന് വെച്ചാൽ ഒരുപാടുണ്ട്. പക്ഷെ നമ്മുടെ വിഷയം അതല്ല. ഇതും സീമാജി നായരാണ് ആദ്യമായിട്ട് നമ്മൾ അറിയിക്കുന്നത്. നമുക്ക് ഒരു നടീനായിരുന്നു, സലീമ എന്ന് പറഞ്ഞൊരു നടീനായിരുന്നു. നഗക്ഷതങ്ങൾ, ആരണ്യകം, രേഖാചിത്രം, ഇപ്പോൾ പുതിയത് അറിയുന്നുണ്ട് രേഖാചിത്രം. ഈ പടത്തിലൊക്കെ അഭിനയിച്ച ഒരു നടിയാണ് സലീമ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ പാട്ടോട് കൂടിയിട്ട് ഹിറ്റായുള്ളൊരു നടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു നടിക്ക് പെട്ടെന്നാണ് കുറച്ച് നാൾ മുമ്പ് ഒരു ഓറൽ ക്യാൻസർ വരുന്നത്. അപ്പോൾ അത് നമ്മളറിയിച്ചതും അതുപോലെ തന്നെ അതിനു വേണ്ടിയുള്ള ചികിത്സകളും അതിനെ സഹായിക്കേണ്ട കാര്യങ്ങളെല്ലാം സീമാജി നായരാണ് ചെയ്യുന്നത്. പെട്ടെന്ന് വെള്ളിവെളിച്ചത്തിൽ നിൽക്കുന്ന, ഇപ്പോൾ നമ്മുടെ മലയാളത്തിൽ അഭിനയിച്ചില്ലെങ്കിലും ആ നടി തമിഴ്, തെലുങ്കിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ TV സീരിയലിൽ അഭിനയിക്കേണ്ടതായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഈ ക്യാൻസർ പിടിപെടുന്നത്. അപ്പോൾ വളരെയധികം കഷ്ടത്തിലായി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ വലിയ സമ്പാദ്യമൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് അവരൊക്കെ. അപ്പോൾ പല ആൾക്കാരോടും സഹായം അഭ്യർത്ഥിച്ചിട്ട് ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയില്ല. ഒക്കെ അവരെ തിരക്ക് കാരണമായിരിക്കാം, നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ നമ്മുടെ വിനീതിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ടല്ലോ നഗക്ഷതങ്ങൾ. അപ്പോൾ അങ്ങനെ വിനീത് എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നടിയെ നേരിട്ട് പോയി കണ്ടു, വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു. അതുപോലെ ശ്വേതാ മേനോൻ വിളിച്ചു, കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു, വേണ്ടവിധ സഹായങ്ങളും വാഗ്ദാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അമ്മ വേണ്ടതൊക്കെ ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാലും ഇങ്ങനെ ഒരു പെട്ടെന്ന് ഈ രോഗം വരുമ്പോൾ, ഈ നടികൾക്കൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഈ രോഗം വരുമ്പോൾ അവരൊക്കെ കഷ്ടപ്പാടിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെ ഇടയിലൊക്കെ നിൽക്കുന്നവരാണ്. കിട്ടുന്ന പൈസയൊക്കെ അവരുടെ ജീവിത നിലവാരം ഉയരുമ്പോൾ അതിനനുസരിച്ച് വേണമല്ലോ അവർക്ക് ജീവിക്കാനായിട്ട്. അപ്പോൾ കിട്ടുന്ന പൈസ നമ്മളിപ്പോൾ അവർ 1, 2, 3, 4 സിനിമയിൽ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സിനിമയിൽ നിന്ന് കിട്ടുന്ന പൈസയും മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അവരുടെ ജീവിതം പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ അങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള ചില രോഗങ്ങൾ കൂടി വന്നു കഴിഞ്ഞാൽ അവരാകെ തകർന്നു പോകും. അപ്പോൾ ഈ നീലിമ ഇപ്പോൾ രോഗത്തിൽ നിന്നൊക്കെ മുക്തി നേടിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ രോഗത്തിൽ നിന്നൊക്കെ മുക്തി നേടിയാലും പിന്നെ ആൾക്കാർ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു നടിയല്ലല്ലോ. അപ്പോൾ ഇനി അവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടാവോ, മറ്റുള്ള കാര്യങ്ങളുണ്ടാവോ എന്നൊക്കെ ഉള്ളൊരു പ്രശ്നത്തിൻ്റെ മുകളിൽ ഇപ്പോൾ ചാൻസുകൾ കിട്ടുന്നില്ല. കിട്ടിയ ചാൻസുകളൊക്കെ ഇങ്ങനെ ഒരു രോഗം വന്നതോട് കൂടിയിട്ട് എല്ലാം പോയി. പക്ഷേ ഇങ്ങനെ ഒരു വീഡിയോ കൂടെ നമ്മുടെ ഇങ്ങനെ രോഗമാണ് എന്ന് സീമാജി നായർ എല്ലാവരോടും വിളിച്ച് പറഞ്ഞു. എല്ലാവരും അവൾക്ക് വേണ്ട, ആ നടിക്ക് വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നിരുന്നാലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ വീണ്ടും അഭിനയിക്കണം. മലയാളത്തിൽ നല്ലൊരു വേഷം, എന്തെങ്കിലും ചെറിയ വേഷമായാലും നല്ലൊരു വേഷം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇപ്പോൾ ഇത്രയും ക്യാൻസറും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും പലരും അഭിനയിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് മലയാളമാണ് മനസ്സിൽ നിറച്ച്. മലയാളത്തിൽ നിന്ന് കിട്ടുന്ന കഥാപാത്രം, അതിൻ്റെ ഒരു സന്തോഷം, സുഖമൊന്നും വേറൊരു ഭാഷയിൽ പോയാലും ഒരാൾക്കും കിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു വിഷമത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഡയറക്ടർമാരും പ്രൊഡ്യൂസർമാരൊക്കെ ഇങ്ങനെ കഷ്ടപ്പെടുന്ന നടികളെ വിളിച്ചിട്ട് നിങ്ങൾ പലർക്കും കൊടുക്കുന്ന റോളുകളായിരിക്കാം, അതിൽ നിന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ കുറവ് കാശ് ചിലപ്പോൾ ഈ നടി മേടിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവരൊക്കെ വിളിച്ച് സഹകരിപ്പിച്ചാൽ നല്ലതാണെന്ന് നമുക്ക് തോന്നണം. അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞത്. പോരാതെ അതൊരു പാവം കുട്ടിയാണ്. ആ സിനിമയിൽ കാണുന്ന പോലെ തന്നെ വളരെ സാധു കുട്ടിയാണ്. അപ്പോൾ സീമാജി നായർ ചെയ്യുന്ന വലിയൊരു കാര്യം നമ്മൾ ചെറുതായി കാണാൻ പാടില്ല. വലിയൊരു മനസ്സിനുടമയാണ് സീമാജി നായർ. മലയാള സിനിമയിൽ ആർക്കും ഇല്ലാത്ത വലിയൊരു മനസ്സിനുടമ. അതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. ഇപ്പോൾ തയ്യാറുള്ളൂ.